LDFിന്റെ കുത്തകയായിരുന്ന കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തും ഇക്കുറി പാർട്ടിയെ കൈവിട്ടുവെന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോഴുണ്ടായ ഞെട്ടിക്കുന്ന വസ്തുത. 7 സീറ്റുകൾ മാത്രം നേടിയ LDFിന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ മത്സരിച്ച വാർഡിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായത് അല്പം ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. ഇവിടെ UDFിന് ലഭിച്ച മിന്നുന്ന വിജയം ഒരു പരിധിവരെ അണികൾ പോലും പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. BJP ആകട്ടെ കഴിഞ്ഞ തവണ 2 സീറ്റുണ്ടായിരുന്നിടത്തു നിന്ന് 1ലേക്ക് ചുരുങ്ങി. എന്നാൽ മത്സര രംഗത്ത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്ന 3-ാം വാർഡിൽ 390 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നുന്ന വിജയമാണ് NDA സ്ഥാനാർത്ഥി അമ്പിളി ഉണ്ണികൃഷ്ണൻ നേടിയത്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 34 വോട്ടുകൾ മാത്രമാണ് എന്നതും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. ഈ വാർഡിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുക വഴി എന്താണ് UDF നേതൃത്വം ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാകുന്നു. 2020 16 സീറ്റുകളിൽ മത്സരിച്ചു. 2-ാം വാർഡായ കപ്പാട് വാർഡിൽ ഇവർ ഏറെ വിജയപ്രതീക്ഷയിലുമായിരുന്നു. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ 2020ക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.